ഇന്ന് ബിഗ് ബോസിൻ്റേതായിട്ടൊരു പുതിയ പ്രമോ വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് അക്ബറും മനീഷും കൂടി അടി കൂടുന്നതാണ് പ്രമോ. വേറെ നല്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ഇടയിലുള്ള ബ്രേക്കിന് ഇടയിൽ നമ്മുടെ അക്ബർ പറയുകയാണ്, അനീഷ് വരെയും പ്രഹസനമാണ്. കുറേ നാൾ ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിരുന്ന ആളെ ഇവിടെ ആരും മലയാളത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് വോട്ടിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം സുപ്രഭാതം ബിഗ് ബോസ് എന്നാക്കിയതെന്നാണ് നമ്മുടെ എന്താ പറയുക അക്ബർ പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, വെറുതെ ഇല്ലാത്തത് വിളിച്ച് പറയരുത് അക്ബർ, താങ്കൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഉള്ള കാര്യം പറയൂ എന്ന് ഒക്കെ പറഞ്ഞ് രണ്ടുപേരോട് അടികൂടുകയാണ്. അനീഷ് പിന്നെ മിണ്ടാതിരിക്കില്ല. അനീഷ് എന്തിനും പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അക്ബർ അങ്ങനെയാണ് വന്ന സമയത്ത് നമ്മുടെ രേണുസുതിയെ എന്താണ് വിളിച്ചത്? സെപ്റ്റിക് ടാങ്ക് എന്നല്ലേ? എന്തേ അത് മാറ്റിയത്? എങ്കിൽ ഇപ്പോൾ അവിടെയുള്ള പെൺകുട്ടികളെയൊക്കെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് നടന്നൂടെ അക്ബറിന്? അപ്പോൾ എന്തേ അക്ബർ അത് മാറ്റിയത്? കൂടെയുള്ള ഒരു കൂട്ടുകാരനുണ്ടല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആര്യൻ, എന്തേ ആര്യനോട് ചോദിക്കാത്തത്? നീ എന്തിനാ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്? ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഭാഗം നീ ഏതെങ്കിലും പെൺപിള്ളേരുടെ കൂടെ പോയി നടക്കുന്നത്? ഏത് നേരവും ജിസേലിൻ്റെ കൂട്ടത്തിലായിരുന്നല്ലോ. എന്തേ ഇപ്പോൾ ആര്യൻ കളി മാറ്റിയില്ലേ? സ്വന്തമായിട്ട് കളിക്കാൻ തുടങ്ങിയില്ലേ? സ്വന്തമായിട്ടല്ല, ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടോടുകൂടി കളിക്കാൻ തുടങ്ങിയില്ലേ? ഇപ്പം എന്തേ അത് ചോദിക്കാത്തത്? എന്തേ? ഈ പറയുന്ന എല്ലാവരുടെയും ഭാഗത്തുണ്ട്. എന്താണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ഇത്ര വലിയൊരു തെറ്റാണ്? അല്ലെങ്കിൽ ബിഗ് ബോസ് പോലും പറയുന്നുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കരുത്, നമ്മുടെ മാതൃഭാഷ സംസാരിക്കണമെന്ന്. അനീഷിനെ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലും കൂടെയാണ്. അപ്പോൾ ആ വ്യക്തി മലയാളത്തിൽ സുപ്രഭാതം എന്ന് പറയുന്നതിന് എന്താണ് ഇത്ര തെറ്റ്? ആ വ്യക്തി ഇപ്പോൾ സുപ്രഭാതം എന്ന് പറയുന്നുണ്ട്, അവർക്ക് ആർക്കെങ്കിലും കുഴപ്പമുണ്ട്? ബിഗ് ബോസിന് കുഴപ്പമുണ്ട്? ആർക്കുമില്ല. അത് മലയാളം വാക്കാണ്. അദ്ദേഹം അത് പറയുന്നത് കൊണ്ട് എന്താണ് താങ്കൾക്ക് പ്രശ്നം? താങ്കൾക്ക് പറയണമെങ്കിൽ പറയാൻ പാടില്ലേ? അല്ലെങ്കിൽ താങ്കൾ പറയുന്നല്ലോ വന്നേ അന്ന് മുതൽ എല്ലാവരും ഒരുപോലെ നിൽക്കണമെങ്കിൽ ഈ പറയുന്ന അക്ബർ വന്നേ എന്ന പോലെ ഒരുപോലെയാണ് നിൽക്കുന്നത്. അതായത് അവിടെയുള്ള ഏതെങ്കിലും കണ്ടസ്റ്റൻസ് വന്ന് ഇതുപോലെ തന്നെയാണ് നിൽക്കുന്നതും സംസാരിക്കുന്നതും പറയുന്നത്. എന്തിന്? ഈ അക്ബർ വന്നത് ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ ഇന്ന് വരെ ഒരു നല്ല പാട്ട് ആ ഒരു എപ്പിസോഡിലെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ലൈവിലെങ്കിലും പാടിയിട്ടുണ്ടോ? കുറേ പാരഡി പാട്ടുകൾ മറ്റുള്ളവരെ കുത്തി അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാനായിട്ടല്ലാതെ പറയാനായിട്ട് താങ്കൾക്ക് ആദ്യമൊക്കെ ഓക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ അത് അത്ര വലിയ എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം മറ്റുള്ളവരെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് താങ്കൾ പാരഡി പാട്ട് ഉണ്ടാക്കുന്നത്. ഈ നാദിർഷയുടെയൊക്കെ പാരഡി പാട്ടുകൾ ഒന്ന് കേട്ട് നോക്കുക. അദ്ദേഹം ഒരാളെയും വിമർശിക്കാതില്ല, നല്ല നല്ല പാരഡി പാട്ടുകൾ, നമുക്ക് ചിരിക്കാനുള്ള നല്ല രീതിയിലുള്ള പാരഡി. അങ്ങനെ എത്രയോ നല്ല പാരഡി പാട്ടുകൾ ഉണ്ടാകാൻ താങ്കൾക്ക്. ഓക്കെ, ഒന്നും രണ്ടും തവണയൊക്കെ ഓക്കെ. ഇന്നത്തെ വഴക്ക് ശരിക്കും അനാവശ്യമായിരുന്നു എന്നാണ്. ഗുഡ് മോർണിംഗ് എന്നും സുപ്രഭാതം എന്നും പറയുന്നതിനകത്ത് ഇത്ര പ്രശ്നം എന്താണ്? താങ്കൾക്ക് എന്താണ് പ്രശ്നം? അങ്ങനെയാണ് താങ്കൾ നാളെ തൊട്ട് എഴുന്നേറ്റിട്ട് ഗുഡ് മോർണിംഗ് അങ്ങ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് കേൾക്കാത്തതിൻ്റെ പ്രശ്നമെങ്കിൽ ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് പറഞ്ഞു. ഇന്ന് വരെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. അനീഷ് ഇവിടെ സുപ്രഭാതം എന്ന് പറയാൻ പാടില്ല, ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റൂ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് അനീഷിൻ്റെ ഇഷ്ടമാണ്. ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ആർക്കും തോന്നിയിട്ടില്ല സുപ്രഭാതം എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമുണ്ടെന്ന്. സുപ്രഭാതം എന്ന് പറയുന്ന വാക്കിനൊരു പ്രശ്നമുണ്ടോ? അദ്ദേഹം കളി മാറ്റാൻ വേണ്ടിയിട്ട് അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. താങ്കൾ പറയുന്ന പോലെ അദ്ദേഹം അല്ലെങ്കിൽ താങ്കളുടെ യുക്തിക്കനുസരിച്ച് അദ്ദേഹം കളിക്കണമെന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമുണ്ട്? ഇന്നത്തെ ഈ വഴക്കിനകത്ത് ഒരു